ആൻഡ് ബി വിച്ച് ഈസ് ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എ ബി ഇതുകൊണ്ട് ഇതിൽ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് മീഡിയമാണ് തന്നിരിക്കുന്നത്, എയും ബിയും ആണ് തന്നിരിക്കുന്നത്. രണ്ട് മാധ്യമം തന്നിട്ടുണ്ട്, എയും ബിയും. അപ്പൊ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കാം, എയിൽ നിന്നാണ് ലൈറ്റ് റേ പോകുന്നത് അല്ലേ. എയിൽ നിന്ന് ലൈറ്റ് റേ പോകുന്നുണ്ട്. then എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ? ഈ സർഫസ് സെപ്പറേഷനിലാണ് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. റിഫ്രാക്റ്റഡ് ഈ സർഫസ് സെപ്പറേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം, സർഫസ് സെപ്പറേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏത് മീഡിയത്തിലേക്ക് ആയിരിക്കണം കൂടുതൽ ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എവേ ഫ്രം ദ നോർമൽ അല്ലേ. നോർമൽ ഇതാണല്ലോ, നോർമലിൽ നിന്നും എവേ ആയിട്ട് അകന്നാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നോർമലിൽ നിന്നും അകന്നിരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? മാധ്യമം, അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകണം അല്ലെ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക്, അതായത് ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയത്തിൽ